എന്താണ് ജെൻറ്റിൽ പേരൻറ്റിങ്? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്താലും അതങ്ങ് അനുവദിച്ചു കൊടുക്കുകയാണോ? അവരോട് നോ പറയുകയേ ചെയ്യാതിരിക്കുകയാണോ? അവരെന്ത് വേണമെന്ന് പറഞ്ഞാലും അതങ്ങ് സാധിച്ചു കൊടുക്കലാണോ? ഒരിക്കലും അല്ല കേട്ടോ. ജെൻറ്റിൽ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ അതേ അല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ദിവസവും ചെയ്യുന്നത്? നമുക്ക് നോ എന്ന് പറയേണ്ട രീതിയിലുള്ള പല കാര്യങ്ങളും ഒരു ദിവസവും ചെയ്യും. അത് തട്ടിമറിച്ചിടും, ഓടിക്കളിക്കും, തട്ടി വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഓടി നടക്കും, വല്ലതിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറും, എടുക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എടുക്കും, സ്വിച്ച് ബോർഡിനകത്ത് കൈയിടും, അങ്ങനെ പലതും ചെയ്യും. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നതിൽ കൂടുതലും നോ, അങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, അങ്ങനെ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് അവർക്ക് പല ഡിമാൻഡ്സും ഉണ്ടാവും. എനിക്ക് അത് വേണം, മറ്റേത് വാങ്ങിച്ചു തരുമോ, ഇത് ചെയ്തു തരുമോ, എനിക്ക് അമ്മയുടെ കൂടെ നിൽക്കണം, എനിക്ക് അമ്മയുടെ കൂടെ കുക്ക് ചെയ്യണം, എനിക്ക് അമ്മയെ ഹെൽപ്പ് ചെയ്യണം, ഇങ്ങനെ പല ഡിമാൻഡ്സും നമ്മൾ വന്നുകൊണ്ടിരിക്കും. ഈ ഡിമാൻഡ്സ് എല്ലാം അഡ്രസ്സ് ചെയ്ത് തന്നെ നമ്മുടെ തല പെരുക്കുന്ന ഒരു ജോലിയാണ്. കാരണം അവരിങ്ങനെ കണ്ടിന്യൂസ് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവർ ഫുൾ ഒരു എനർജി ബോളാണ്. അവർ ഫുൾ ടൈം അവർ എൻഗേജ്ഡ് ആയിരിക്കണം. അവർക്ക് വെറുതെ ഒരിടത്ത് ഇരിക്കുന്നത് ഇഷ്ടമേ അല്ല. പക്ഷെ നമ്മൾ നമ്മുടെ പലതരം തിരക്കുകൾക്കും ജോലികൾക്കും ഇടയിലായിരിക്കും ഈ ഒരു കാര്യം കൂടെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഈ കോൺസ്റ്റൻറ്റ് ഡിമാൻഡ്സ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ തന്നെ പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്, ദേഷ്യപ്പെട്ട് നമ്മൾ അവർ അടക്കിയിരുത്താൻ നോക്കുന്നത്. അപ്പോഴൊന്നും അവർക്ക് എന്തുകൊണ്ടാണ് അവരോട് നമ്മൾ അങ്ങനെ പെരുമാറിയതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ജെൻറ്റിൽ പേരൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, സമയം വേണ്ട, നമ്മളെ ഇമോഷണലി കുറച്ചും കൂടെ ബേർഡൻ ചെയ്യുന്ന ഒരു തരം പേരൻറ്റിംഗ് ആണ്. അതായത് നമ്മൾ അവരോട് ഒരു കാരണവശാലും ദേഷ്യപ്പെട്ട് പറയാതെ അവരെ കറക്റ്റ് ചെയ്യുക. അവരോടൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ നേർവഴിക്ക് കൊണ്ടുവരിക. അത് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് കേട്ടോ. ആദ്യം അങ്ങ് പറഞ്ഞ ഉടനെ അവർ അങ്ങ് മനസ്സിലാക്കുകയൊന്നുമില്ല. അതുകൊണ്ട് അവരോട് റിപ്പീറ്റഡായിട്ട് പറയുക. നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യിക്കുമെന്ന് അവർക്ക് തന്നെ നമ്മളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ അവരത് നമ്മളോട് ലിസൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് കുറച്ച് നാളുകൊണ്ട് എടുക്കുന്നൊരു പ്രോസസ്സാണ്. അത് വളരെ നേരത്തെ തന്നെ നമ്മൾ തുടങ്ങുകയും വേണം. നമ്മൾ കുറച്ചൊന്നായിക്കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറേ കൂടെ നാളെടുത്തിരിക്കും. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ നമ്മളത് ശീലിക്കണം. അവരോട് പറഞ്ഞു തിരുത്തണം. ഇപ്പോൾ എന്തെങ്കിലും അവർ തട്ടിമറിച്ച് താഴെ ഇട്ടു, ഉടൻ തന്നെ അവരെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വഴക്ക് പറഞ്ഞതുകൊണ്ട് ആ മറിച്ചിട്ട് ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല. അതിന് പകരം നമ്മൾ ക്ലീൻ ചെയ്യുമ്പം അവരെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുക. അവരോട് ചൂലെടുത്തിട്ട് വരാൻ പറയുക, അല്ലെങ്കിൽ ഡസ്റ്റ്പാൻ എടുത്തിട്ട് വരാൻ പറയുക, തൂത്ത് വാരുന്നതിൻ്റെ കൂട്ടത്തിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനൊരു ശ്രദ്ധയില്ലാതെ ഇങ്ങനൊരു കാര്യം ചെയ്തതുകൊണ്ട് ഈ ഒരു എക്സ്ട്രാ ജോലി നമ്മൾ ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ആ സമയം കൂടെ നമുക്ക് രണ്ടും കൂടി ഇരുന്ന് കളിക്കായിരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയമാണ് ഈ ക്ലീൻ ചെയ്തതോടെ നമുക്ക് പോയത്. അങ്ങനെ ഇത്തരം തട്ടിമറിച്ചിടുവോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഓടുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മോക്കോ അല്ലെങ്കിൽ മോനോ അമ്മയ്ക്കോ ഒക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് അങ്ങനെ വരാതെ നോക്കണം കേട്ടോ എന്ന് ശ്രദ്ധിക്കാനായിട്ട് അവരോട് നമുക്ക് പറയാം. ഒപ്പം തന്നെ എന്ത് കാര്യത്തിനും നമ്മൾ നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇപ്പം അവർ നമ്മളെ അടുക്കളയിൽ സഹായിക്കണം, അമ്മ ചെയ്യുന്നതിൻ്റെ ഒപ്പം ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയെന്ന് വെച്ചോ, സ്റ്റൗവിനടുത്തൊന്നും കുഞ്ഞുങ്ങളെ ഇരുത്താൻ നമുക്ക് എന്തായാലും പറ്റില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും കറിക്കരിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ കൂടെ ആ സ്ലാബിലെടുത്തിരുത്തുക. നമ്മൾ വെണ്ടയ്ക്ക അരിയുന്നതിൻ്റെ അടുത്തൊന്നും പിച്ചാത്തിൻ്റെ അടുത്തൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അവരോട് നമുക്ക് പറയാം, വെണ്ടയ്ക്ക ഓരോന്നായിട്ട് എനിക്ക് എടുത്തു തരണേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന വലിയൊരു ഹെൽപ്പാണത്. നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ലതാനും. കുഞ്ഞുങ്ങൾ അത്ര നേരം എൻഗേജ്ഡ് ആയിട്ടിരിക്കുകയും ചെയ്യും. സ്ക്രീൻ ടൈം ഒക്കെ ലിമിറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. അതിന് നമ്മളെ കൂടെ വേണമെന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ടാവും. അപ്പം നമുക്ക് മാക്സിമം ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ അവരെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ അഗ്രസീവ് പേരൻറ്റിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജെൻറ്റിൽ പേരൻറ്റിങ്. അതിനർത്ഥം അവർ ചെയ്യുന്ന എല്ലാം നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നതല്ല. അതിനെല്ലാം നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ സ്ക്രീൻ ടൈം ഞാൻ ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് 1 മണിക്കൂറും, അല്ലെ സ്കൂളിൽ പോകുന്ന സമയത്താണ് വീക്കെൻഡ്സ് മാത്രം 1 മണിക്കൂറും, അങ്ങനെയാണ് ഞാൻ അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അത് 1 മണിക്കൂറാകുമ്പം ഇപ്പം നിർത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയി സ്വിച്ച് ഓഫ് ആക്കുകയൊന്നും ചെയ്യുന്നില്ല. ഞാൻ പണ്ട് മുതലേ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? അലക്സ ഉണ്ട് വീട്ടിൽ. അപ്പം അലക്സയിൽ അലാം സെറ്റ് ചെയ്യാൻ അവരെ പഠിപ്പിച്ചു. ഇപ്പം അവർ തന്നെ സെൽഫ് സഫീഷ്യൻ്റ് ആവുകയും അവർ തന്നെ ഉത്തരവാദിത്തത്തോടെ ഒരു ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനാണ് അവർക്ക് തോന്നുന്നത്. അവർ തന്നെ അലാറം വെക്കും. TV ഓൺ ആക്കുമ്പോൾ അവർ അലക്സയിൽ 1 മണിക്കൂർ അലാം സെറ്റ് ചെയ്യും. അലാം അടിക്കുമ്പോഴത്തേനും അവർക്കറിയാം സമയം കഴിഞ്ഞു എന്ന്. പിന്നെ ഞാൻ വന്ന് റിമൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവരത് ഓഫാക്കും. ചില സമയത്ത് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം മുഴുവൻ തീർന്നിട്ടില്ല, ഒരു ശകലം കൂടെ കാണാനുണ്ട്. അപ്പോൾ അവരെന്നോട് പറയും, അമ്മ ഇത് ശകലം കൂടെ തീരാനുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ കംപ്ലീറ്റ് ചെയ്തോളാൻ പറയും. കാരണം 24 മണിക്കൂറും സ്ക്രീൻ കാണണമെന്ന് നിർബന്ധം പിടിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ആ 1 അവറിൽ ഒരു 10 മിനിറ്റ്സ് കൂടെ കണ്ടതുകൊണ്ട് അവരത് നിർത്തുമെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഇപ്പം 1 അവർ അലാം അടിച്ചു, ഇനി നിങ്ങൾ കാണാൻ പാടില്ല, നോ എന്ന് പറഞ്ഞ് ഞാനത് നിർത്തുവാണെങ്കിൽ അവർക്കതൊരു ഇഷ്ടക്കേടാണ്. നമുക്ക് മനസ്സിൽ അവർക്കൊരു ഇഷ്ടക്കേടാണ് വരിക. എനിക്കിത് കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നും. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ അവർക്ക് ചിലപ്പം ഇതേപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ജെൻറ്റിൽ പേരൻറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്.
ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് അലൗഡ് അല്ലാത്തതെന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അവരോട് കൺവേ ചെയ്ത് മനസ്സിലാക്കണം. അല്ലാണ്ട് അവരത് ആവശ്യപ്പെടുമ്പോൾ അവരോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടല്ല. അതുപോലെ തന്നെ ജെൻറ്റിൽ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ആളുകൾക്ക് വരുന്നൊരു ഡൗട്ടാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവർ വേണമെന്ന് പറഞ്ഞു, ഇപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ അവരോട് വളരെ മാന്യമായി തന്നെ കൺവേ ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ കരയുന്നു. അപ്പോൾ കരയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കരയുമ്പം അവർ കരഞ്ഞോട്ടെ, കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ടും കരയും, വിഷമം വന്നാൽ കരയും എന്ന് വിചാരിച്ച് അവരെ നോക്കാതിരിക്കുകയാണ് വേണ്ടത്. അല്ല, അവർ കരയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ. അവരെ നമ്മൾ ആശ്വസിച്ച് വീണ്ടും 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 പറഞ്ഞ് മനസ്സിലാക്കിക്കണം. മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് വേറൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം. അപ്പോൾ കരയുമ്പം കുഞ്ഞുങ്ങൾ വിഷമം വന്നതുകൊണ്ട് കരഞ്ഞാണ്, അങ്ങനെ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. അവരെ ആശ്വസിപ്പിക്കണം. പക്ഷേ ആശ്വസിപ്പിക്കുന്നത് അവർ ആവശ്യപ്പെട്ട കാര്യം സാധിച്ചു കൊടുത്തുകൊണ്ടാവരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കരഞ്ഞാൽ കാര്യം സാധിക്കുമെന്ന് മനസ്സിലാക്കി അവർ വീണ്ടും വീണ്ടും അത് ചെയ്തു എന്ന് വരും. അതുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ ശരിക്കും സത്യം പറഞ്ഞാൽ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ അതെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യും? വഴക്ക് പറഞ്ഞോ ഭീഷണിപ്പെടുത്തിയോ ഒന്നുമല്ല, നമ്മൾ വീണ്ടും 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 നമ്മൾ പറയുന്നു എന്താണ് ഒരു നല്ല ബിഹേവിയർ, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കടയിൽ പോകുന്നു, അത് വേണോ ഇത് വേണോ എന്നൊക്കെ പിള്ളേർ പറയുമോ? അങ്ങനെ എൻ്റെ മക്കൾ പോകുന്നതിന് മുന്നേ തന്നെ അവർ പറയും, ഒരു മുട്ടായി, ശരി ഒരു മുട്ടായി വാങ്ങിച്ചോളാം. ഞാൻ പറയാം, ആ മുട്ടായി വാങ്ങിക്കുന്നതും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഞങ്ങളൊക്കെ തമ്മിൽ ഒരു ധാരണ എത്തിയിട്ടുണ്ട്. മുഴുവനോടെ കഴിക്കില്ല, മുറിച്ച് ഒരു പീസ് കഴിച്ചിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കും, അടുത്ത ദിവസമേ കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ധാരണകൾ ഞങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കില്ല. എന്നാലും ചിലപ്പോൾ പറയും കേട്ടോ അത് വേണമെന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറയും, ഇനി മാസം അമ്മയുടെ പൈസ ഇല്ല, ഇനി നോക്കട്ടെ, ഇനി എന്തെങ്കിലും ഒരു സാധനം അമ്മ വാങ്ങിച്ചു തരണമെന്ന് വിചാരിക്കുമ്പോൾ അത് ഞാൻ വാങ്ങിച്ചു തരാം. അങ്ങനെയൊക്കെയാണ് ഞാൻ അത്തരം സിറ്റുവേഷൻസ് ഡീൽ ചെയ്യുന്നത്. അത് ഒരു പ്രായം എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞാൽ ചിലപ്പം അതുവരെ എല്ലാം നടത്തി കൊടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാം വളരെ കുഞ്ഞിലെ മുതലേ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന കാലം മുതലേ ഇതിങ്ങനെ പറഞ്ഞു പോകണം. അവർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അവർ പിന്നീട് നമ്മളോട് പെരുമാറുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സത്യത്തിൽ അവർക്കിതെല്ലാം കുഞ്ഞിലെ തന്നെ അവർ വർത്തമാനം പറയാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർ മനസ്സിലാക്കിയിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ ജെൻറ്റിൽ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരിക്കലും എല്ലാം അനുവദിച്ചു കൊടുക്കലോ എല്ലാത്തിനും യെസ് പറയലോ ഒന്നുമല്ല. ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ അഗ്രസീവായിട്ട് കുഞ്ഞുങ്ങളെ ഡീൽ ചെയ്യാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അതൊരിക്കലും എളുപ്പമല്ല. ഇറ്റ്സ് ഈസിയർ സെഡ് ദാൻ ഡൺ. കാരണം പലപ്പോഴും നമ്മൾ ഭയങ്കര ടെൻസ്ഡായിട്ടും ഫ്രസ്ട്രേറ്റഡായിട്ടും ഇരിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളോട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ആ മൂഡ് അങ്ങനെ ആകുമ്പം കുഞ്ഞുങ്ങൾ കൂടുതൽ നിർബന്ധം പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവർക്ക് മനസ്സിലാവും നമ്മുടെ മൂഡ്, അതനുസരിച്ച് അവരുടെ നിർബന്ധവും കൂടും. അങ്ങനെയൊക്കെ വരുമ്പം പൊട്ടിത്തെറിക്കാനുള്ള ഒരു സ്വാഭാവിക ടെൻഡൻസി ഉണ്ടാവും. ഈ നിന്ന് സംസാരിക്കുന്ന ഈ പ്രസംഗം മുഴുവൻ പ്രസംഗിക്കുന്ന ഞാനും അവരോട് പൊട്ടിത്തെറിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം ഞാനൊരു മനുഷ്യനാണ്. സ്വാഭാവികമായും അങ്ങനെയൊക്കെ എൻ്റെ ഭാഗത്തൊന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഐ എം നോട്ട് പ്രൗഡ് ഓഫ് വാട്ട് ഐ ഹവ് ഡൺ. സോ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ അങ്ങനെ വരുമ്പം സോറി പറയും അവരോട്, ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, സോറി, അങ്ങനെ ആയിരുന്നില്ല ഞാൻ പറയേണ്ടതെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇപ്പം ധൈര്യമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറയും, അമ്മ ആ സമയത്ത് എന്നോട് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത്, അതൊട്ടും ശരിയായില്ല എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും സോറി പറയും. കാരണം ഞാൻ ചെയ്തത് തെറ്റാണ്. അവരോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് എത്ര വയസ്സുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് അവരോട് ദേഷ്യപ്പെടുന്നത്? അത് എന്തും സാധിക്കും എന്നുള്ളതുകൊണ്ടല്ലേ. അപ്പം തെറ്റ് നമുക്ക് പറ്റും. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനോട് അങ്ങനെ പെരുമാറിയോന്ന് ഓർത്ത് ഗിൽറ്റടിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനും പെർഫെക്റ്റ് ഒന്നുമില്ല, ഞാനൊരു ഇംപെർഫെക്റ്റ് മാം തന്നെയാണ്. എനിക്കും പറ്റിയിട്ടുണ്ട് തെറ്റുകൾ. അത് നമ്മൾ നമ്മുടെ മക്കളോട് ഏറ്റു പറയുക, വീണ്ടും നമ്മുടെ പഴയ പാതയിലേക്ക്, ജെൻറ്റിൽ പാരൻറ്റിലേക്ക് തിരിച്ചു വരിക.